ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം ട്രാവൽ ഏജൻസി എടുത്തിട്ടുണ്ട്. നമ്മളെ ഒരു സ്കൂൾ ട്രിപ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ബാക്കിനെ എടുക്കാൻ കഴിയുന്നില്ല, കുറച്ച് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ കിടക്കുന്നുണ്ട്. ഇതന്നെ സെയിം വണ്ടിക്ക് ഒരു സീനുമില്ല, മഷീൻ ഒന്നും ആയിട്ടില്ല. പൊടി സൈഡായിട്ട് ഈ ഭാഗത്ത് മാത്രം, അതിന് വേറെ എവിടെയൊന്നും ആയിട്ടില്ല. അപ്പം വണ്ടിയിൽ നേരത്തെ കയറിയിട്ടുണ്ട്. അപ്പം അംദാനും ഉണ്ട് ഇന്ന്. അപ്പം അംദാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അംദാനെ സുഖമല്ലടാ, എത്രാം ക്ലാസ്സിലായി? ടീച്ചർ എന്തോ പറഞ്ഞു, അത് ഞാൻ പറയട്ടെ. അവിടെ ഒരാള് കുറച്ച് ക്യാമറ ഒക്കെ എടുത്തിട്ട് ബസ്സിൽ കയറുന്ന നോക്കി എല്ലാം കേറിട്ട്, വ്ളോഗേഴ്സ് എല്ലാം കേറിട്ട് എങ്ങായി ബാക്കിലൊക്കെ ഉണ്ടാവും. ലോഡെല്ലാം അമ്മച്ചിയുള്ള ടിക്കറ്റ് 100 രൂപയാണ് ടിക്കറ്റ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മ പറയാനും മറന്നുപോയി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബസ് ട്രിപ്പാണ്. അപ്പം ഈടുന്ന് നമ്മുടെ സ്വന്തം ഗുണാക്കി റൂട്ട് വഴിയിലാണ് നമ്മുടെ ഈ വന്നത്. അപ്പം പറക്കുന്നുണ്ട്. ഞാൻ കാണാൻ വരട്ടെ. എന്താ പറ? എനിക്കൊരു ആലോചന. എന്ത്? എനിക്കൊരു സംശയം. ഈ വണ്ടി മേടിച്ചതാ അതോ വാടക കിട്ടിയതാ? അതെന്താ അങ്ങനെ ചോദിക്കാൻ കയറണം? അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ നിന്റെ വണ്ടി. അങ്ങനെ ചോദിക്കുന്നതാണെങ്കിൽ എന്താണേ, ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. എൻ്റെ അമ്മ 10-25 വണ്ടി ഉണ്ടാവും. അത് വിളിച്ച് അപ്പൊ നമുക്ക് കുറേ വണ്ടിയുണ്ട്. അപ്പം എന്താണേ, എന്ത് ബെൻസൊക്കെ ഉണ്ടോ? പിന്നെ ബെൻസ് കാറുണ്ട്, ലംബോർഗിനി ഉണ്ട്. ലംബോർഗിനി ഒന്നുമില്ലടാ, ലംബോർഗിനിനാൻ കേട്ട്. എടാ, നിന്റെ മച്ചാനുണ്ട്, അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ഓഫ് റേറ്റ് ചെയ്ത് തരാം. അവന് മെക്കാനിക്കാണ്, വർക്ക്ഷോപ്പിൽ. പിന്നെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ആള് കയറിയിട്ടുണ്ട്. പിന്നെ എന്താണോ പരിപാടി? എൻ്റെ യൂട്യൂബേഴ്സ് ആണല്ലോ. ഹലോ ഗൈസ്, ഞാനും ഇവിടെ ഉണ്ട്. നേരെ ചേച്ചി അല്ല ഭാഗത്തന്നെ ഇടിക്കാത്ത നൈസ്. ആ, ഇങ്ങനെ ഇരിക്കുന്നു. നീ എന്താ പറഞ്ഞിട്ടാ വന്നേ? ഒന്നും സീനാക്കണ്ട, നീ ആ സീനാക്കണ്ട. പ്രൊഫഷണലാ. ഓ മൈ ഗോഡ്, ഇപ്പൊ വണ്ടി ബാക്കിൽ പോന്നണ. എടേ വണ്ടി ഉന്തി. കുടുങ്ങി തന്നെ? ഇല്ല, ഒന്നായിട്ടില്ല. അപ്പം എടാ, ഇപ്പം ഫസ്റ്റ് ഈടുന്ന് ഇവര് കുറച്ചാളെയും കൂടി കേറിട്ട്. അത് സത്യമാണോ? അതിനെ നമുക്ക് പിക്കാനും ഡ്രോപ്പ് ചെയ്തിട്ടും കൂടി അങ്ങനെയല്ലേ? മിനിറ്റ് ഇതിപ്പം ആള് കേറിയിട്ടാ ഉള്ളത്. നീ ഡോറ് അവിടെ തുറന്നില്ലേ? അയ്യോ എടാ, പൊട്ടിക്കൊണ്ടിരിക്കുന്ന പിന്നെ ഡാമേജ് ആവും. അതൊന്നും ആവില്ല. എന്താ ഡോറുണ്ടോ? അത്ര തരം ഡോറാണ്, സീനില്ല. ഓ, ഞാൻ വിചാരിച്ചു മറ്റേ തരം ഡോറായിക്കല്ലേ. അതുപോലെയാണ് ഞാൻ വിചാരിച്ചത്. ബ്രേക്ക് ഇടാ. അല്ലാവേ, പ്ലീസ് അവൻ്റെ മേത്തൊന്നും അടിക്കില്ലേ. അടിച്ചു പോയി കഥം കേയാ. അവിടെ എൻ്റെ വോയിസ് മാറിപ്പോയെന്ന് തോന്നുന്നു. ആടാ, നമ്മുടെ എല്ലാം വോയിസ് മാറി. അത് സത്യോ? ഒരുപക്ഷെ ഇനി വീഡിയോ എടുക്കുമ്പോൾ വോയിസ് മാറും. എന്തെങ്കിലും ആവട്ടെ, എന്നാ ശരി. എനിക്ക് കാര്യാക്കണ്ട. അവിടെ നേഴ്സായോ? ഒരു കാര്യം പറയാൻ മറന്നുപോയി. എടേ, വണ്ടി എടുന്ന് അതേ വണ്ടിയിൽ നിന്ന് നീ ഇറങ്ങി. നീ എൻ്റെ പരം ആള് വീടിന്ന് കേറിക്കോളൂ. നീ എൻ്റെ പരം വാ. ഞാൻ എനിക്ക് സ്ഥലം കാണിച്ചു തരാം. ഞാൻ പഠിച്ച സ്ഥലം കാണിച്ചു തരണ്ട. അത് നിന്നെ വട്ടം കറക്കിക്കൊണ്ടിരിക്കണോ നീ ഇങ്ങനെ? എൻ്റെ അമ്മ, എടാ ഇത്ര വലിയ വണ്ടിയാണോ? എടാ ഇതെന്താ മറ്റേ നമുക്കൊരു വിചാരിച്ചു. എടാ, എനിക്കൊന്ന് ഐഡിയ ഉണ്ട്. അത് നിന്റെ കാസൊക്കെ ഇല്ലേ? അതെന്താ കോടെ ഒരു കാർ മാത്രമേ ബാക്കി വെച്ചേക്ക്. അങ്ങനെ മതി. വരാ. എവിടെ സ്കൂള് കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്കൂളാ. അപ്പം എൻ്റെ സ്കൂള് ഇതാ.
ഇതെന്താ ബോർഡിംഗ് സ്കൂളിന് പോലെയുള്ള ബോർഡിംഗ്. ഇതാണ് ഞാൻ പഠിച്ച സ്ഥലം. ആഹാ എടാ ഇവിടെ കുറെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഫുട്ബോളും വേണമെന്ന് വിളിക്കാം എല്ലാവർക്കും. അവിടെ ഇവിടെ ഒരു തൊട്ടടുത്ത ബിൽഡിംഗ് ഉള്ളത്. നീ മര്യാദക്ക് വന്ന് വണ്ടി കേറ്. ഞാൻ നേരെ ഓടിക്കോണിക്കാം. അവിടെ ഓടണ്ട ബാക്കിൽ തന്നെ നിൽക്കേ. ഞാൻ ബാക്കിൽ നിന്നിടാ. ചാടി 2 പ്രാവശ്യം ചാടിയിട്ട്. ഓക്കെ അപ്പം നമുക്ക് കേറി ആളെല്ലാം കേറിയിട്ടുണ്ട്. ഒരു മിനിറ്റ് വണ്ടി തുറക്കടാ. ഞാനും കേറിയിട്ടില്ല. ഇനി പൊട്ടിക്കോ. നീ എൻ്റെ അടുത്ത് പറയലല്ല ചെങ്ങായി. ഓക്കെ അപ്പം നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും. കാര്യങ്ങളൊക്കെ റെഡി. ഓക്കെ ഡൺ. ഇനി നമുക്ക് എങ്ങോട്ടാ നീലോട്ട് കയറണം. അവിടെ മാപ്പ് നോക്കാതെയോ? മാപ്പിലല്ലേ മാപ്പ്. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് എക്സ്ട്രാക്ഷൻ മാപ്പ് ആക്കിട്ട്. എല്ലാം സെറ്റായി. ഇനി ഒന്നാക്കണ്ട എടുത്തോ. ശരിക്കുള്ള മറ്റേ PS5 ഒക്കെ പോലെ ഇല്ലേ മറ്റേ ഇങ്ങനെ. നീ ഇപ്പോൾ ആൻഡ്രോയിഡാണ് കളിക്കുന്നത്. ഇപ്പോൾ അതൊക്കെ PS5 പോലെ ഉണ്ട്. ഇങ്ങനെ F2 റേറ്റിംഗ് വിളിക്കാൻ. അങ്ങനെ തന്നെ. അപ്പൊ ഇനി ഫുഡിന്റെ സ്ഥലമുണ്ട്. അപ്പം ഇനി ഫുഡിന്റെ സ്ഥലമുണ്ട്. അപ്പം പറഞ്ഞ കേക്ക്. അപ്പം ഈടുന്ന് വളച്ചു പിടിക്കും. നമുക്ക് വളച്ചു വെച്ചിട്ട് ഇനി ഗൈസ് അപ്പം ഒരു കാര്യം കൂടിയുണ്ട്. ഇനി അടുത്ത മാപ്പിൻ്റെ ഇത് കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു തരാം. സോ എല്ലാവർക്കും വിഷയമായിട്ട് ഞാൻ കാണിച്ചു തരും. പക്ഷെ ഇപ്പം ഹംദാൻ വണ്ടിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ചാടി ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഡോർ തുറന്നിട്ടിട്ടാണ് പോയത്. ഇത് കണ്ട തുറന്നിട്ടിട്ടാണ് പോയത്. പിന്നെ പറയണ്ട ചെങ്ങനായോന്ന കുർത്തക്കേടാണ്. ചെക്ക തുടങ്ങിയ ആരാ നീ കുർത്തക്കേട് പഠിപ്പിച്ചു കൊടുത്തു ചോദിച്ചാൽ ഞാൻ തന്നെ. പണ്ട് എൻ്റെ മാമൻ്റെ വണ്ടിയിൽ ആ ഡോറ് തുറന്നിട്ട് ഓടലാണ്. അതേ കളിയാണ് ഇപ്പോൾ ഇവൻ കളിക്കുന്നത് ഇവിടുന്ന്. ഓക്കെ എൻ്റെ പൊന്നു ചേട്ടാ സോറി. ഞാൻ തോന്നി ഇയാളെന്തിനു വണ്ടിയുള്ള എടുത്തിട്ടും വരുന്നത്. സാരല്ല. ഓക്കെ നമുക്ക് വണ്ടി ഇവിടെ ജസ്റ്റ് പാർക്ക് ചെയ്യാൻ. ഫുഡ് കഴിച്ചിട്ട് ബാക്കി. അപ്പം നമുക്ക് ഞാൻ ഇറങ്ങാം. വിഷയമായിട്ട് ഇനി സീരിയസ് ആക്കണ്ട. ഓക്കെ നമുക്ക് ഇറങ്ങാം വണ്ടിയിൽ നിന്ന്. പിന്നെ വണ്ടി DJ വർക്ക് സിസ്റ്റം ആവോ ചോദിച്ചാൽ DJ അപ്പോൾ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പകുതി എടുത്തതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അതായത് എൻ്റെ സ്പീക്കർ വർക്കിംഗ് വന്നില്ല. ഓക്കെ അപ്പം എൻ്റെ 10 സ്പീക്കറിന്ന് 5 വെച്ചിട്ടാണ് ഉണ്ടാവുക. 2 പവർ JBL പാസിറ്റാണ്. 2 വെച്ചിട്ട് ബാക്കിത്തെ. അപ്പം ബാക്കിത്തെ 2 വർക്കാണുള്ളൂ. ബാക്കിയെല്ലാം ബാക്കിയെല്ലാം കെട്ടപ്പണിയാണ്. കുറച്ച് 2 വർക്കാണുള്ളൂ. ബാക്കി എല്ലാം പോയിട്ടാവുള്ളൂ. ബാക്കി എല്ലാ മഞ്ഞയും പറ്റുള്ളൂ. പ്രത്യേകിച്ചിട്ട് ഫ്രണ്ടിൽ കൊടുത്ത ഈ മഞ്ഞയും പിന്നെ ഈ ഒരു മഞ്ഞയുമാണ് നമ്മുടെ അഡീഷണൽ ലൈറ്റ് അടിച്ച് പോയത്. അപ്പം അത് വേറെ കാര്യം. നമുക്ക് ഇതാക്കാം. കുറച്ച് ഭയങ്കര തിരിച്ച് വച്ചെടുക്കും. ആ ഹംദാനും കാര്യങ്ങളൊക്കെ ഇറങ്ങിക്കോട്ട് നമുക്ക് പോവാം. പിന്നെ വീഡിയോ വെച്ചിട്ടൊന്നും അവസാനിക്കുന്നില്ല. അപ്പം ഇനി അടുത്ത മാപ്പും കുറച്ച് സ്ഥലം കഴിഞ്ഞിട്ട് ബാക്കി കാര്യം. ഓക്കെ പലിമനാൻ എത്തിയിട്ടുണ്ട്. പലിമനാനിൽ 6ാം ഗിയറിൽ ഒറ്റടിക്ക് പറക്കുകയാണ് ചെയ്തത്. എന്താ വെച്ചാൽ പലിമനാനിന്ന് ഹൈ സ്പീഡിലാണ്. റേഞ്ച് അങ്ങനെയാണ്. അപ്പം 5 ലിറ്റർ ശരിയല്ലോ. 114. ഓക്കെ ഇപ്പോൾ കറക്റ്റ് എല്ലാത്തിൻ്റെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ആ ബ്രേക്ക് ഓടിക്കുമ്പോഴുള്ളൊരു മെയിൻ പ്രശ്നം. അപ്പം മാനുവലാണ് കുറച്ച് ബെറ്റർ എടുക്കുമ്പോൾ. ഒറ്റയ്ക്ക് കയറിപ്പോവാം അതാണ്. ഓക്കെ പിന്നെ
ഓട്ടോ നമുക്ക് പറയണ്ട. ഓക്കെ, അപ്പം അവിടെ റൂട്ട് ഇങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടാണ് പോകേണ്ടത്. പക്ഷേ ഞാൻ ആടെ പക്ഷെ ആടല്ല. അത് എന്താണെന്ന് വെച്ചാൽ താഴെ അണ്ടർഗ്രൗണ്ട് കൺസ്ട്രക്ഷൻ പുതിയതായിട്ട് എന്തോ ഇറക്കുന്നുണ്ട്. അപ്പം ആ റൂട്ടിലാണ് എന്തോ പ്രശ്നമുള്ളത്. പിന്നെ ബഗ്ഗും കാര്യങ്ങളൊക്കെ എന്തല്ലോ പുതിയതായിട്ട് വരുന്നില്ലേ, അതിൻ്റെ ഭയങ്കര ഇതാന്ന് തോന്നുന്നു. നമുക്ക് പറക്കണം. ഇടിച്ചില് പായുമ്പോൾ വണ്ടികൾ മാറണേ, ഒന്ന് വണ്ടി മാറ്റിത്തരുമോ, വഴിക്കില്ലാത്ത വണ്ടി അട്ടപ്പെട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഭയങ്കര സ്പീഡ്. പിന്നെ വൺ വേ. ഓക്കെ, എല്ലാവർക്കും ഒരേത്, നമുക്ക് ഒരേത്. അപ്പം നമുക്ക് സെമിസ്റ്റേരി റൂട്ടാണ് ഇനി ഇന്നത്തെ സ്പെഷ്യൽ ഇതായിട്ട് കയറ്റി വളച്ച് പൊട്ടിക്കാം. ആപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് ഈ സ്ഥലം സെമിസ്റ്റേരി റൂട്ട് വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. പടിഞ്ഞാറ് കാടാണ്. ഇപ്പം പടിഞ്ഞാറ് കാടിന് ഭയങ്കര ടഫുണ്ട്. സ്കെയർക്രോസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വണ്ടിയും കാര്യങ്ങളൊക്കെ അനങ്ങുകയും ചെയ്യില്ല. ഇവിടുന്ന് അധികം അനങ്ങുകയാണെങ്കിൽ തന്നെ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ടൂറിസ്റ്റ് പ്ലേസുമാണ് സെമിസ്റ്റേരി. മുസ്ലിം സെമിസ്റ്റേരി ഇവിടെയാണ്. അപ്പം പള്ളികളെ സെമിസ്റ്റേരി. അപ്പം സെമിസ്റ്റേരി കറക്റ്റ് ഇവിടെ തന്നെയാണ് വണ്ടിയുടെ അകത്ത് കയറ്റാം. സെമിസ്റ്റേരി മറന്നു ചങ്ങായി, സെമിസ്റ്റേരിയ വണ്ടി അകത്ത് കയറ്റാൻ പറഞ്ഞു. നമുക്ക് ഇത് സൈഡിൽ ഇങ്ങനെ വരയാണ്ട് കുറച്ചിങ്ങനെ ഓക്കെ, വണ്ടി ഓഫാക്കിയിട്ടുണ്ട്. നമ്മുടെ സെമിസ്റ്റേരിയാണ് ഇപ്പോൾ എത്തിയപ്പം ആളൊക്കെ കാണുന്നു. സെമിസ്റ്റേരി കുറേ ആളെ സെമിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം വണ്ടി എടുക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ പേടിയുണ്ട്. പൊന്നു ചട്ടസ്തരാന്ന് കിടക്കും കൊണ്ടിട്ട് നാളെ ന്യൂസിൽ വരും. ചട്ടസ്തര സെമിസ്റ്റേരി റൂട്ടിൽ വന്നത് കാരണത്താൽ പോലീസ് വിവരങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞ് കുറേ ഉടായിപ്പ് ന്യൂസൊക്കെ വരും. ഓക്കെ, പറക്കാം. ഇനി ഒരു സീനുമില്ല. ഇനി ഗുണാക്കീവ്, അതായത് എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ കാണാത്ത ആൾക്ക് പ്രത്യേകിച്ച് ഞാൻ ഒരു വീഡിയോ. പക്ഷേ ഈ വണ്ടീനെ കൊണ്ട് ഗുണാക്കീവ് നടക്കാത്ത പണിയാണ്. ചെറിയ വണ്ടീനെ കൊണ്ടെടുത്താലേ പോകുള്ളൂ. ഈ വണ്ടിയിടാം. ഇനി ഇങ്ങോട്ട് വളക്കാം. നൈസായിട്ടൊന്ന് വളച്ചിട്ടെടുക്കാം. ഒന്നുമില്ല ആയതുകൊണ്ടാണ്. ഇനി ഇങ്ങോട്ട് വളക്കേണ്ട ചെറിയൊരു ഓപ്ഷണൽ റൂട്ടാണ്. ഓക്കെ, അല്ല പിന്നെ ഒരെന്നാലും ഒരു അത്യാവശ്യത്തിന് ഗ്യാപ്പ് വേണം എന്ന് പറയാം. ഓക്കെ, അപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, വണ്ടി അപ്പം ഇവിടെ വെക്കുക. വണ്ടി യെസ്, കറക്റ്റ് പറയാൻ പറ്റില്ല. ഇത് ജാതി വണ്ടി അറേഞ്ച്മെൻറ്റ്. ഇനി വണ്ടി എടുക്കണമെങ്കിൽ തന്നെ ഭയങ്കര കഷ്ടപ്പാടാണ്. ഇനി വണ്ടി വേറെ ട്രാക്ടർ മറ്റും വിളിക്കണം. കയറും. ഒരു ലാഗ് പെർസെൻറ്റേജ് കൂടും. എന്നെ സംഭവം കറക്റ്റ് മറ്റേ സംഭവം. എങ്ങനെ ഇരിക്കണ് ശുഭോ. ഭയങ്കര പാട്. ഇതിനെ പറയാ വേണ്ടാത്ത പണിക്ക് വേണ്ടാണ്ട് പോയത്. അതാണ് എന്താ കളിയാണ് കളിക്കുന്നത് ചങ്ങായി. ഓട്ടോയിലിട്ട് എനിക്ക് ഓട്ടോയിലിട്ട് പിടിച്ചിട്ട് ശീലമുള്ളൂ.
മറ്റേപോലെ ഇട്ട് കളിക്കുമ്പോൾ എന്ത് സുഖമൊന്നുമില്ല. ഇനി ഇജാതി ഫ്രണ്ട് ഇജാതി ഇങ്ങനെ എടുക്കണം. ഇനി ഇങ്ങനെ എടുക്കാം. ഇറക്കാൻ രാവിലെ ഷോക്ക് കൊടുക്കുന്നു. ഇങ്ങനെ കയറ്റാൻ നോക്കണാന്ന്. കേറും കേറും കേറും. ഓക്കെ, അപ്പം വണ്ടി ഏകദേശം എന്തായാലും നല്ലോണം ഫ്രണ്ട് പോയി. ഇനി കുറച്ച് ബാക്ക്, ഇനി വരണ സീനില്ല. ഓക്കെ, അപ്പം നമ്മുടെ സ്ഥലം കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം വളവ് ഇതൊന്നും കയറാൻ കഴിയില്ല. മര്യാദയ്ക്ക് വണ്ടി ഇവിടെ പോയിക്കോ. ഓക്കെ, ഞാൻ നൈസായിട്ട് കയറ്റാൻ വിചാരിച്ചു. പിന്നെന്താ ഗുണാക്കി ഇതാ എത്തിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഗുണാക്കി is here and our route is going to the here. ഓക്കെ, വണ്ടി അവിടെ ഗുണാക്കി പിന്നെ ഇങ്ങോട്ട് ഇട്ടുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഗിലങ്ങാണ് ഇപ്രാവശ്യം പോകുന്നത്. പൊന്നളിയ ഗുണാക്കി കറക്റ്റ് 2 ദിവസം ഇത് കളിച്ചിട്ട് അലൊത്തിട്ടേക്കും. ഓക്കെ 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 നമ്മൾ മേലെത്തിയിരിക്കുന്ന 2 ദിവസത്തിനുള്ളിൽ. ഓക്കെ, നമ്മുടെ വണ്ടിൻ്റെ ഫോട്ടോ സെഷനാണ് ഇനി. ബമ്പുകളിൽ വണ്ടി ഇങ്ങനെ വണ്ടി വെച്ചിട്ട് വെക്കുന്ന ഇപ്പോഴത്തെ സെറ്റപ്പാണ്. പിന്നെ എന്തായാലും വൈൻഡപ്പ് ചെയ്യേണ്ട ഏകദേശം ടൈം ആയിട്ടുണ്ട്. അപ്പം വണ്ടീൻ്റെ അകത്ത് ഇരുന്ന് തന്നെ ഒരു വൈൻഡപ്പ് ഉറപ്പിക്കാം. സോ എല്ലാവർക്കും ഏകദേശം വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും തന്നെ. ഓക്കെ, അപ്പം എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്ന ആൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ലൈക്കും ചെയ്ത് വയ്ക്കോ. നിങ്ങൾ ഇവിടെ ആവശ്യമില്ല ഇപ്പം. ഓക്കെ, എൻ്റെ അങ്ങനെ പറഞ്ഞ് അപമാനിക്കുന്നതല്ല, ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല, വെറുതെ പറഞ്ഞത് ജസ്റ്റ് ഫോർ എ ഫണ്ണ്. ചേച്ചികളെ ഗുണാഗീവിൻ്റെ ചേച്ചി കുറേ വീടുകളുണ്ട് കേട്ടോ, അറിയോ? ഇത് ഏത് വണ്ടി? ഇത് ഇപ്പോൾ ബിൽഡ് ചെയ്താണേ. വല ഓഴകളിൽ ഓല പച്ചോലകൾ വന്നു. ഇപ്പോൾ വണ്ടി ഏറിലോ. ഞാൻ പറഞ്ഞില്ല വണ്ടി ഏറിലോ. പറഞ്ഞു കല്ലിൻ്റെ അകത്ത് കുത്തി കയറി. സീനില്ല. ശരിക്കും പറഞ്ഞാൽ കുറേ ട്രാവൽസൊക്കെ ഇങ്ങനെ കോട്ടത്തരൊക്കെ ചെയ്യും. എന്തായാലും അതിൽ പെട്ട ഒന്നാണ് ബുറാക്ക്. ഇപ്പം നമ്മുടെ വണ്ടിയുടെ നമുക്ക് റേഞ്ച് പാർക്കിങ്ങിൽ ഇവിടെ റേഞ്ച് പാർക്കറാണ്. അപ്പം ഇവിടെ വണ്ടി ഇങ്ങനെ ഒന്ന് അളച്ചിട്ട് വെക്കാം. പിന്നെ റേഞ്ച് പാർക്കിംഗ് ആയതുകൊണ്ട് ഒരു സീനുമില്ല. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് കൊണ്ടുപോകും. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. സോ ബൈ.